ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. അതുല്യനായ, അനുപമനായ, ആരാധ്യനായ, അനുശേദ്യനായ ഈ അണ്ടകലാഹങ്ങളെ മുഴുവൻ അതതിന്റെ അയനകരത്തിൽ നിയന്ത്രിച്ചു നിർത്താൻ കരുത്തുള്ള അമാനുഷിക വ്യക്തിപ്രഭാവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. പാപവിമോചകനും പാപപരിഹാരകനും പാപികളോട് വേർപെട്ടവനും ഈ പ്രപഞ്ചത്തിന് വൃത്തം വരച്ച സർവ്വസാധ്യതകളുടെയും പ്രതീകമാണ് കർത്താവായ യേശുക്രിസ്തു. യേശു ജനിച്ചതുപോലെ ആരാണ് ജനിച്ചിട്ടുള്ളത്? യേശു ജീവിച്ചതുപോലെ ആരാണ് ജീവിച്ചിട്ടുള്ളത്? യേശു മരിച്ചതുപോലെ ആരാണ് മരിച്ചിട്ടുള്ളത്? യേശു ഉയർത്തതുപോലെ ആരാണ് ഉയർത്തിട്ടുള്ളത്? സോക്രട്ടീസും പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ തത്വചിന്തയുടെ തറവാട്ടിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരും കാറൽ മാർക്സ്, ഏംഗൽസ്, ലെനിൻ തുടങ്ങിയ കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരും ഗാന്ധി, നെഹ്റു, ലിങ്കൻ തുടങ്ങിയ രാഷ്ട്രീയ മഹാരഥന്മാരും അലക്സാണ്ടർ നെപ്പോളിയൻ തുടങ്ങിയ സാമ്രാജ്യ ചക്രവർത്തിമാരും നൂറുകണക്കിന് മനുഷ്യ ദൈവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. സത്യമാണ്, മരണം കൊണ്ട് അവരൊക്കെ വഴിമാറിപ്പോയി. ലോകമഹത്വങ്ങളുടെ പാത നീളുന്നത് ശ്മശാനത്തിലേക്കാണ്. എന്നാൽ മരണത്തിന്റെ താഴ്വരയിൽ വിജയചിഹ്നം നാട്ടിയ കാലങ്ങളുടെ ഏറ്റവും കരുത്തൻ, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ അതുല്യത എന്ന് പറയുന്നത്. പുരുഷാന്തരങ്ങളിലൂടെ പുരോഗമിച്ച പുനരുത്ഥാന സിദ്ധാന്തത്തെ സ്വന്തം പുനരുത്ഥാനത്തിലൂടെ ചരിത്ര യാഥാർത്ഥ്യമാക്കിയ ചരിത്ര പുരുഷനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധനായ കർത്താവ്. നീതിപീഠത്തെ പോലും നീതിന്യായത്തെ പോലും ന്യായാധിപനെ പോലും അറിയുന്നത് കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. എന്നാൽ എഴുതാൻ കൊള്ളാകുന്ന ഒരു ജീവചരിത്രത്തിന്റെ ഉടമ, ഏത് വീക്ഷണകോണിലൂടെ നോക്കിയാലും തെറ്റില്ലാത്തവൻ, അറിയും തോറും ആദരവ് കൂടുന്ന, തന്നെ തന്നെ അനുസരിച്ച് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തനിക്ക് വെളിപ്പെടുത്തി നൽകുന്ന അതുല്യനായ അനുപമനായ യേശുക്രിസ്തു ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ രക്ഷകനെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പു പറയുന്നു, നിങ്ങളുടെ കൊച്ചു വീട്ടിലേക്ക്, നിങ്ങളുടെ കടത്തിണ്ണയിലേക്ക്